കുട്ടികൾ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ കഴിക്കില്ല എന്നുള്ള ഉറപ്പാണ്. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ കഴിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ കൂടി ഒരു ഇതിന് കിട്ടുന്നില്ല. അപ്പോൾ ടീച്ചറേ, ഇന്ന് തന്നെ ഞങ്ങൾ അതിശയിപ്പിക്കുന്ന കറിക്കൂട്ട് എന്തൊക്കെയാ? അതിശയിപ്പിക്കുന്നതാണോന്ന് അറിയില്ല. ഇന്ന് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയും പാവയ്ക്കും കൂടിയിട്ടൊരു കറിയാണ്. കുമ്പളങ്ങയും പാവയ്ക്കും. ടീച്ചർ എപ്പോഴും അധികം ഈ രണ്ട് കോമ്പിനേഷനാണ്. നേരത്തെ ഒരെണ്ണം പടവലങ്ങ ഉരുളക്കിഴങ്ങും, അതെ. ഇപ്പം കുമ്പളങ്ങയും പാവയ്ക്കും -+ എന്ന് പറയുന്നത്. നമുക്ക് എന്താന്ന് വെച്ചാൽ ഒന്നിൻ്റെ മാത്രം കൂടെ അതിൻ്റെ കൂടെ വേറൊന്നിൻ്റെ കൂടി ഗുണം കിട്ടിക്കോട്ടെ. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ കഴിക്കില്ല എന്നുള്ള ഉറപ്പാണ്. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ കഴിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ കൂടി ഒരു ഇതിന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ടെക്നിക്കാണത്. ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ അധികം കണ്ടുവരുന്ന പോഷകത്തിൻ്റെ ന്യൂനതയാണ്. അത് നമുക്ക് ഒരുമാതിരിയൊക്കെ പരിഹരിക്കാം. ഇങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക്. അല്ലാണ്ട് അവരോട് ഇതാ മോനെ പാവയ്ക്കാണ് നിങ്ങൾക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പാവയ്ക്കയും കുമ്പളങ്ങയും കറി വെച്ച് നോക്കാം അല്ലേ? തുടങ്ങിയാലോ? പിന്നെ കുക്കറുണ്ട്. ആ കുക്കറിലോട്ട് നമുക്ക് നമ്മളിതാ ഇത് ഒരു ചെറിയ കുമ്പളങ്ങയാണ്, അതിൻ്റെ അരമുറിയാണിത്. കുരു ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇതാ നോക്കിയാൽ മൂത്തിട്ടില്ല കുമ്പളങ്ങ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ പാകത്തിനുള്ള കുമ്പളങ്ങ ഇതേപോലത്തെ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ എല്ലാ അംശവും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അരമുറി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ കുമ്പളങ്ങയുടെ തോല് മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇവിടെ ഞാൻ എന്താ ഒരു കുഞ്ഞ് ടീസ്പൂണാണ്, 2 ടീസ്പൂൺ ഇടുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ, അത് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. അതാണ് നമ്മളെ കറിക്ക് ഒരു നല്ലൊരു സ്മെല്ല് തരുന്നൊരു സാധനം. പിന്നെ ഇതിലോട്ട് കുറച്ച് പുളി, ഇത് കറുത്ത പുളിയാണ്, കുറച്ച് പുളി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളമാണ്. പിന്നെ നമുക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു 2 വിസിൽ ആകാം. 2 വിസിൽ ആകുന്നവരെ നമുക്ക് വയ്ക്കാം. സ്റ്റവ് കത്തിച്ചു. നമുക്കതിലോട്ട് കുക്കർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 വിസിലായി. നമുക്കിനി കുക്കർ മെല്ലെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ചീനച്ചട്ടി വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടും. അതിലോട്ട് നമുക്ക് ഇത് ചെറിയ പാവയ്ക്കാണ്, പക്ഷെ 2 എണ്ണം ഉണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞാൽ അത് ഇലക്കിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം.
പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, ഇത്ര മതി. നമുക്കിത് മാറ്റിയിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക ഉണ്ടല്ലോ, മുഴുവൻ ഇതിലോട്ടിട്ട് കൊടുക്കും. കുക്കർ മൂടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ അനുവദിച്ചു കൊടുത്താൽ മതി. ഇനി അധികം നേരം വേവിക്കണ്ട. തിളയ്ക്കുന്നുണ്ടേ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പോരെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇത് അരപ്പാണ്. ഇതൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട്, ചെറിയ ഉള്ളി, അതുപോലെ നല്ല ജീരകം, ഒരു നുള്ളു ഉലുവ, ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഉണ്ടാകും. ആരും ഇതിലോട്ട് ചേർക്കാം. അധികം വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തണം, ഇത്ര മതിയെന്ന് വെക്കണം. നമുക്കിതിൽ കുറച്ചും കൂടി അരപ്പ് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ലേശം വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത്ര മതി. ഇനി തിളച്ചിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ കറി റെഡിയാവും. കറി നമ്മുടെ കുമ്പളങ്ങയും പാവയ്ക്കും തമ്മിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വറവിടണം. അതിന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഇത് ഇറക്കുകയാണ്. പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്പൂണാണ്, അതിനൊരു 2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കും. നല്ലോണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 വറ്റൽമുളകുണ്ട്, അത് 2ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കും. വേപ്പിലയുണ്ട്, അത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നമുക്കത് കറിയിലോട്ടിടാം. വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം കൂട്ടാം. നമ്മൾ അരപ്പിടുമ്പം തന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം മതിയെങ്കിൽ ഇത്ര മതിയെന്ന് വയ്ക്കാം. ഇതിലും കുറയ്ക്കണമെങ്കിൽ ഇതിൽ കുറയ്ക്കുകയും ചെയ്യും. കറി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കുമ്പളങ്ങ കറി റെഡി അല്ലേ? റെഡിയായി. ഒന്ന് രുചിച്ചും കൂടെ നോക്കാമല്ലോ. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പാവയ്ക്കാൻ്റെ കയ്പൊന്നും അറിയാല. വറുത്തത് കൊണ്ടാ. അത് വറുക്കാതെ കൊണ്ടിട്ടാൽ നല്ല കയ്പായിരിക്കും, പിള്ളേർ കൂട്ടൂല. ഞാനിത് വീട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ പിള്ളേരെല്ലാം കൂട്ടി കഴിഞ്ഞു കേട്ടോ. അന്നത്തെ കൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ചോദിച്ചു, കൂട്ടാ കറിയൊക്കെ നല്ലോണം കുട്ടികളെ നല്ല കറിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, അമ്മമ്മ അതിലെന്താ ഇഷ്ടത്. അപ്പം ഞാൻ പാവയ്ക്കാന്ന് പറഞ്ഞപ്പം
പിന്നെ പറഞ്ഞു അയ്യോ അത് അറിഞ്ഞിട്ടേ ഇല്ല കയ്പ്പ് എന്ന് പറഞ്ഞു. ആണല്ലേ? ആ, ഒട്ടും കയ്പില്ല. പാവയ്ക്കാണെന്ന് നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇത് പാവയ്ക്കാന്ന് പാവയ്ക്ക ഉണ്ടെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ പാവയ്ക്കാന്നുള്ളത് മനസ്സിലാവില്ല. ഇതിൽ മനസ്സിലാവില്ല. അതാ മനസ്സിലാവില്ല, മനസ്സിലാവുന്നില്ല നമുക്ക്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ കുമ്പളങ്ങി മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങയും പാവയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ മാറ്റി ചെയ്യാം. അപ്പോൾ എന്തായാലും പാവയ്ക്ക ഉണ്ടെങ്കിലും ഒരു കയ്പറിയാത്ത പാവയ്ക്കക്കറിയാണ് ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പാവയ്ക്കയും കുമ്പളങ്ങയും കൂടെ. അതുകൊണ്ട് ആരും പാവയ്ക്ക വെറുക്കണ്ട. അതിൻ്റെ കയ്പൊന്നും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. അതെ, അവർ കഴിച്ചോളും, ടേസ്റ്റ് കൊണ്ട് കഴിച്ചോളും. ഇനിയിപ്പോൾ ഇതിൽ തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെ കയ്പ് അറിയില്ല. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാമല്ലോ. മുരിങ്ങയില ഇടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ടീച്ചറിനെ അഭിപ്രായം അറിയിക്കുക. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളോട് അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കണം, കമൻറ്റ് ബോക്സിൽ ഇടണം. നല്ലതാണെങ്കിലും ശരി, മോശമാണെങ്കിലും ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതെ, അതുവരെ.